ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ നമ്മൾ വീഡിയോ ഒക്കെ ഇട്ടിട്ട് കുറേ നാളായി. അപ്പോൾ നമ്മൾ ഇന്ന് പിന്നെ ജോൾസ്നയുടെ ഒരു മ്യൂസിക് ഷോ ഇവിടെ മാഞ്ചസ്റ്ററിൽ നടക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ ഇന്ന് അത് കാണാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ നമുക്കിപ്പോൾ നേരെ മാഞ്ചസ്റ്ററിലോട്ട് പോവാം. ഞങ്ങൾ താമസിക്കുന്നിടത്തുനിന്ന് ഏകദേശം 1.5 മണിക്കൂറൊക്കെ ഡ്രൈവ് ഉണ്ട്. അപ്പോൾ നമുക്കപ്പം അവിടെ പോവാം. അപ്പം വിഗൻ എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ചായിരുന്നു ഈ പരിപാടി നടന്നത്. ആദ്യം ഞങ്ങൾ പോയിട്ട് കുറച്ചു നേരം വെയിറ്റ് ചെയ്തിരുന്നു. അവിടെ മ്യൂസിക് ഷോ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ തന്നെ അവരുടെ മലയാളി അസോസിയേഷൻ്റെ കുറച്ച് പ്രോഗ്രാംസ് ഒക്കെ ഉണ്ടായിരുന്നു. സംഗീത പ്രതിഭകൾ, വൈവിധ്യമാർന്ന ഗാനശൈലികളുടെ മലയാളികളുടെ മനം കവർന്ന യുവഗായകർ, കേരളത്തിൽ അങ്ങേയറ്റം ഏറ്റവും കൂടുതൽ പെർഫോമൻസ് നടത്തുന്ന ഗായകന്റെ ടീം നിങ്ങൾക്ക് മുന്നിൽ ഞങ്ങൾ അവതരിപ്പിക്കുന്നു V4 Entertainments in association with Vigan Malayali Association presents it's Vidhu Pranab featuring Jyotsna Radhakrishnan. ഹർഷാരവത്തോടുകൂടി നമുക്ക് വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം മിസ്റ്റർ വിധു പ്രതാപ് and Miss Jyotsna Radhakrishnan onto the stage. മുഖമരകളൊന്നും ആവശ്യമില്ലാത്ത നമ്മുടെ പ്രിയപ്പെട്ട ഗായകൻ, ബഹുമുഖ പ്രതിഭ, ടെലിവിഷൻ ഷോകളുടെ തുടക്കകാലത്ത് തന്നെ തന്റെ ശബ്ദ സൗന്ദര്യം കൊണ്ട് മലയാളികളുടെ മനസ്സിൽ സ്വന്തം ഇടം നേടിയെടുത്ത ഗായകൻ. 17-ാം വയസ്സിൽ ഏഷ്യനെറ്റിന്റെ വോയിസ് ഓഫ് ദ ഇയർ സ്വന്തമാക്കി പിന്നണി ഗാനരംഗത്തെ തന്റെ വരവറിയിച്ച നമ്മുടെ വിധു പ്രതാപ്. വയസ്സിൽ മികച്ച ഗായകനുള്ള സംസ്ഥാന ചലച്ചിത്ര അവാർഡ് നേടിയതോടെ വിധു മലയാളി പിന്നണി ഗാനരംഗത്തെ അവിഭാജ്യ ഘടകമായി. 2.5 പതിറ്റാണ്ട് പിന്നിടുമ്പോൾ പകരം വയ്ക്കാനില്ലാത്ത ശബ്ദ തികവോടെ പ്രതാപത്തോടെ വിധു പ്രയാണം തുടരുന്നു. കാലത്തിനൊത്ത് ചെറുപ്പമായി കൊണ്ടിരിക്കുന്ന ഈ ഗായകൻ ഇന്ന് പാട്ടിൽ മാത്രമല്ല, അഭിനയത്തിൽ, റിയാലിറ്റി ഷോ ജഡ്ജിങ്ങിൽ, അങ്ങനെ എല്ലാത്തിലും മലയാളികളുടെ മുന്നിൽ തിളങ്ങി നിൽക്കുന്നു. ഇറ്റ്സ് വിധു പ്രതാപ് എന്ന ബാൻഡിലൂടെ യുവത്വത്തിന്റെ ഹരമായി മാറിയിരിക്കുന്ന നമ്മുടെ വിധുവിനെ നമുക്ക് സ്വാഗതം ചെയ്യാം. ഇറ്റ്സ് വിധു പ്രതാപ്. രാത്രികൾ പകലുകളാക്കി, പകലുകൾ രാത്രികളാക്കി, ഏകാന്തതയുടെ നിശബ്ദതയിൽ നിന്ന് പെറുക്കിയെടുത്ത ഈ ഗാനത്തിന് പണ്ടെങ്കിലും കേട്ടു നടന്ന ഏതെങ്കിലും ഒരു പാട്ടുമായി സാമ്യം തോന്നിയാൽ അത് കേവലം യാദൃശ്ചികം മാത്രമാണ്. ഞാൻ തീർക്കട്ടെ. എന്തു വില ചെയ്തു, പക്ഷെ ദേഹോപദ്രവം ഏൽപ്പിക്കരുത്. പഞ്ചഭാവോ കണ്ടാ മനസ്സിലാവും.
என் நீலன் கண்ணால் நீ என் சங்கல்பத்தின் தங்க கோவில் தள்ளி தூரம்னோ நல்ல மாபூமின் மனமோடும் கவிதையில் എന്റെ പ്രണയത്തിൻ സമ്മാനം കൊടുവിക്കും ഞാൻ അണിപുലർമഞ്ഞു പൊഴിയുന്ന പൂങ്കാവു നീ അതിനിയുള്ള ജന്മങ്ങൾ പാറാവു ഞാൻ ഉല്ലാസനായികേ നിന്നായകനിയായേ എൻ കിന്നരനിലയിലും ഒരു പിടി നല്ല ഗാനങ്ങളിലൂടെ മലയാളികളുടെ സംഗീത സ്വപ്നങ്ങളിൽ ഒരു കൂട് കൂട്ടുകയായിരുന്നു. ഹിന്ദുസ്ഥാനിയും ഗസലും കർണാട്ടിക് ക്ലാസിക്കലും അനായാസം കൈകാര്യം ചെയ്യുന്ന ഈ വിസ്മയ ഗായിക പിന്നീട് അങ്ങോട്ട് തൊട്ടത് അനുസൂലം തുടർന്നുകൊണ്ടിരിക്കുന്ന ഈ സുന്ദരിക്കുട്ടിയുടെ മോഹിപ്പിക്കുന്ന ഗാനങ്ങൾക്കായി സംഗീതാസ്വാദകർ ഇനിയും കാത്തിരിക്കുന്നു. അപ്പൊ എവിടെയൊക്കെ അഴകയുണ്ടോ അവിടെയൊക്കെ ഏറ്റെടുത്തേക്കുക. റെഡിയല്ലേ? ഒരു പടക്കം പിടുന്ന ഒരു കൈയിടി എന്ന് കേക്കട്ടെ. എന്റെ കൺഫ്യൂഷൻ തീർക്കണമേ, കൺഫ്യൂഷൻ തീർക്കണമേ. ശംഭോ കലികാലം തീരാൻ കല്യാണം വേണം അടികൂടെ കനിയെ. എല്ലാവരും കൈപ്പൊക്കി ശിവശംഭോ 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 ശംഭോ ശിവശംഭോ 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 ശംഭോ. കൺഫ്യൂഷൻ തീർക്കണമേ, എന്റെ കൺഫ്യൂഷൻ തീർക്കണമേ. എന്താണ് എന്റെ എല്ലാം അല്ലേ, എന്റെ ചേലത്തെ ചെമ്പരുന്നല്ലേ, നിന്റെ കാലിനെ കാണാൻ പാദസരം ഞാനല്ലേ, ഞാനല്ലേ, നിന്റെ മാറിലെ മായ ചന്ദനം പൊട്ടിരിക്കല്ലേ, എനിക്കല്ലേ. അന്നു നാം തങ്ങളിൽ തിരിയും പറയാതെ അറിയാതെ നീ പോയതല്ലേ, ഒരു വാക്കു മിണ്ടാഞ്ഞതല്ലേ, ഒരു
അങ്ങനെ വിധുപ്രതാപിന്റെ ഷോ കണ്ടു കഴിഞ്ഞു. അതെ, അല്ല അടിപൊളി അടിപൊളി പരിപാടിയായിരുന്നു. കയ്യിലൊക്കെ ഇതുവരെ കളഞ്ഞിട്ടില്ല. ഇതുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.